അർജുനനെ കിട്ടിയില്ല, മാധ്യമങ്ങൾക്ക് കിട്ടിയത് 100 കോടിയിൽ പരം രൂപ. ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് ഇന്ന് 11 ദിവസങ്ങൾ പിന്നിടുകയാണ്. അർജുൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകും, കുഴപ്പമില്ലാതെ തിരികെ വരും എന്ന പ്രതീക്ഷയിൽ കുടുംബം ഉറക്കളച്ച് കാത്തിരിക്കുമ്പോൾ കേരള ജനതയെ ആകെ നൊമ്പരപ്പെടുത്തി അർജുൻ കാണാമറയത്ത് തുടരുന്നു എന്ന് പറഞ്ഞ് മാപ്രകൾ ജനങ്ങളുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ച് അവരെ ചാനലുകളുടെ മുന്നിൽ തളച്ചിട്ടിട്ട് ഇന്നേക്ക് 11 ദിവസം പിന്നിടുന്നു. അർജുനനെ കിട്ടിയില്ലെങ്കിലും, എവിടെയാണെന്നൊരു വിവരവും കിട്ടിയില്ലെങ്കിലും മാപ്രലോകത്തെ ശാസ്ത്രജ്ഞരും സർവ്വവിജ്ഞാനികളും ആ മേഖലയെക്കുറിച്ച് ഒരു മണ്ണാങ്കട്ടയും അറിയില്ലെങ്കിലും ഡയഗ്രം വരച്ചും ഗ്രാഫ് വരച്ചും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് ജനങ്ങളെ 10-18 മണിക്കൂർ കഴിഞ്ഞ 11 ദിവസങ്ങളായി ടെലിവിഷന്റെ മുന്നിൽ തളച്ചിട്ട് അതിലൂടെ ഇവർക്ക് കിട്ടിയത് കുറഞ്ഞത് 100 കോടിയിൽ പരം രൂപ. ചാനലുകളിൽ കൂടിയും ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയും കോടിക്കണക്കിന് ജനങ്ങൾ കഴിഞ്ഞ 11 ദിവസങ്ങളിലായി ലൈവായും അല്ലാതെയും റിപ്പീറ്റഡായും കണ്ടതുവഴി ഇവർക്ക് വന്നു ചേർന്ന വരുമാനം കുറഞ്ഞത് 100 കോടിയിൽ പരം രൂപ വരും. പരസ്യ വരുമാനത്തിലൂടെയും ഡേ ബ്രാൻഡിങ്ങിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കിട്ടുന്ന വരുമാനം എല്ലാം കൂടി ചേർത്താണിത്. ഒരു ഡ്രൈവർ മണ്ണിടിച്ചിലൂടെ ഒഴുകിപ്പോയ ഒരു ദുരന്തം നമ്മൾ മീഡിയകൾ മാർക്കറ്റ് ചെയ്തതിൻ്റെ വരുമാനമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് അർജുനനെ കണ്ടെത്തിയില്ലെങ്കിലും മാപ്രകൾക്ക് നേട്ടമുണ്ടായി എന്ന്. ഷിരൂർ ദുരന്തമുഖം ശരിക്കും മാധ്യമങ്ങൾ തമ്മിലുള്ള യുദ്ധക്കളമായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. മരംകൊള്ളക്കാരൻ്റെ ചാനലിലെ മൊട്ടത്തലയനും ചിട്ടി മുതലാളിയുടെ ചാനലിലെ കഥാപ്രസംഗക്കാരൻ കരിമഷിയാളനും എന്നുവേണ്ട സകല എണ്ണവും ദുരന്തമുഖത്തെത്തി കുട്ടകളിച്ചു. പോലീസുകാരുടെ നെഞ്ചത്ത് കയറി ആവശ്യമില്ലാത്ത സീനുകൾ ഉണ്ടാക്കി ലൈവ് അടിച്ച് കാശുണ്ടാക്കി. എന്നിട്ട് ഒരു പറച്ചിലും നമ്മൾ മലയാളികൾ ഒരുമയോടെ അർജുനനെ തേടിയെന്ന്. ഏത് മലയാളികൾ? ആര് തേടിയെന്ന്? 11ാം ദിവസമാണ് നാട്ടുകാർ വലുതും പറയുമെങ്കിലോ എന്ന് കരുതി ശശീന്ദ്രനും മരുമകനും ഷിരൂരിലെത്തിയത്. അവിടെ പോയി മാപ്രകളുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു, തല കാണിച്ച് ഇന്ന് രാത്രി തിരിച്ചെത്തും. ഈ ദുരന്തത്തെ ഇത്രയും കോംപ്ലക്സ്ഡ് ആക്കി, ഇത്രയും ആശയക്കുഴപ്പമുണ്ടാക്കി എങ്ങും എത്താത്തതാക്കിയതിൻ്റെ മുഖ്യ ഉത്തരവാദിത്തം കേരളത്തിൽ നിന്നുള്ള മാപ്രകൾക്കാണ്. ഇവന്മാരെ അവിടെ നിന്ന് ഓടിച്ച് സേനയ്ക്ക് അവിടെ മനസമാധാനമായി നിന്ന് പണിയെടുക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ അർജുനനെ കണ്ടെത്താനാവൂ. ഒരു ദുരന്തമുഖത്തെ ക്രമീകരണങ്ങളും നടപടികളും എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരുപാട് പാഠങ്ങൾ ഷിരൂർ ദുരന്തം നമുക്ക് നൽകുന്നുണ്ട്. ദുരന്തമുണ്ടാകുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും പരിസരവാസികളുടെയും നാട്ടുകാരുടെയും അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അഭിപ്രായങ്ങളും പരിഗണിക്കാതെയുള്ള ഏത് രക്ഷാപ്രവർത്തനവും തികഞ്ഞ പരാജയമായിരിക്കുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. മറ്റൊരു പാഠം, വിദഗ്ധരെന്ന് നടിക്കുന്നവരുടെയോ ശാസ്ത്രജ്ഞർ എന്ന് ഭാവിക്കുന്നവരുടെയോ മുൻകാല അനുഭവങ്ങളുടെയോ ഊഹങ്ങളുടെയോ പേരിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയാൽ ഫലം വിപരീത ഫലമാകും എന്നതും ഇവിടെ തെളിയുന്നുണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയായി കാലാവസ്ഥ എന്ന വലിയ ഘടകത്തെ പരിഗണിക്കാതെയുള്ള രക്ഷാപ്രവർത്തനങ്ങളും സമയബന്ധിതമായി അത് തീർക്കുവാനുള്ള പ്ലാനുകളും ഇല്ലാതെ വെറുതെ, പ്രത്യേകിച്ച് ഫയർഫോഴ്സും പോലീസും തദ്ദേശ അധികാരികളും ഒന്നും ഓടിക്കൂടിയിട്ട് ഒരു കാര്യവുമില്ല എന്നും പ്രദേശത്തെ രക്ഷാപ്രവർത്തന വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തും അവിടുത്തെ പ്രതികൂല കാലാവസ്ഥാ മുന്നറിയിപ്പിനെ കുറിച്ചും സമൂഹ മാധ്യമത്തിലൂടെ അറിയിപ്പായി നൽകിയ കാർവാർ SP നാരായണയെ ദുരന്തമുഖത്ത് സെൽഫി എടുത്ത് കളിക്കുന്നു എന്ന് അധിക്ഷേപിക്കുന്ന തരത്തിൽ വരെ നമ്മുടെ മലയാളി മാപ്രകൾ തങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് പ്രകടിപ്പിച്ച സംഭവമായിരുന്നു അത്. എന്നാൽ തുടർച്ചയായി തങ്ങൾക്ക് നേരെയുണ്ടായ ഈ അധിക്ഷേപം പോലും കാര്യമായി എടുക്കാത്ത കർണാടക പോലീസ് ദുരന്തത്തിൽപ്പെട്ടുപോയ ഒരു മലയാളിക്ക് വേണ്ടി കേരളം എന്ന നാട് ഒന്നിക്കുന്നതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് എന്ന കാര്യം ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. ഷിരൂരിലെ മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലത്തിന് തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന ഗംഗാവാലി എന്ന പുഴയുടെയും അതിൻ്റെ പ്രത്യേകതകളും ഷിരൂർ കുന്നിൻ ചെരുവിലെ മണ്ണിടിച്ചിലിൻ്റെ രീതിയും നാട്ടുകാർ തുടക്കം മുതൽ രക്ഷാപ്രവർത്തകർക്ക് സൂചനകളായി നൽകുന്നുണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങൾ ഒഴിവാക്കി പുറമേ നിന്നുള്ള നമ്മുടെ വിദഗ്ധരെത്തി വെറുതെ മണ്ണുമാന്തി സമയം കളഞ്ഞതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ ഇത്രയുമധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുവാനിടയാക്കിയത്. ഒരു മലയിടിഞ്ഞു വരുമ്പോൾ അത് മുന്നിലുള്ള സകല വസ്തുക്കളെയെല്ലാം ഒരുപോലെ വഹിച്ചുകൊണ്ട് അടിവാരത്തിലേക്ക് പോകുന്നു എന്ന സാമാന്യ തത്വം പഠിപ്പിക്കുവാൻ ശ്രമിച്ച നാട്ടുകാരെ പഴഞ്ചനെന്ന് വിളിച്ച് നമ്മുടെ മലയാളികൾ ഉൾപ്പെടുന്ന വിദഗ്ധർ അകറ്റി നിർത്തുകയായിരുന്നു. അതിൻ്റെ ഫലം കുറഞ്ഞത് 5 ദിവസം രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളതാണ്. എന്നാൽ പുഴയിലെ തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കർണാടക ഉദ്യോഗസ്ഥരെ സമ്മതിക്കാതെ മലയാളി ഐക്യം വിളിച്ചു പറഞ്ഞ് ചിലർ ചാടിയിറങ്ങി അലമുറയിട്ടു അവിടെ ആവശ്യമില്ലാത്ത സീൻ സൃഷ്ടിക്കുകയായിരുന്നു. മലയാളികളായ ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല, വിവേചനം കാട്ടുന്നു എന്നൊക്കെ അലമുറയിട്ട് കർണാടക പോലീസിനെ അധിക്ഷേപിക്കുവാൻ നാം കാട്ടിയ വ്യഗ്രത ചെറുതൊന്നുമായിരുന്നില്ല. എന്തുകൊണ്ട് ഇത്തരം ദുരന്തഭൂമികയിലേക്ക് അനാവശ്യമായുള്ള ആളുകളുടെ പ്രവേശം ഇത്തരം സന്ദർഭങ്ങളിൽ തടയുന്നു എന്നതും ഇവിടെ കാര്യകാരണസഹിതം വ്യക്തമാകുകയാണ്. ഇത്തരത്തിൽ ലക്ഷ്യബോധമില്ലാതെ നടത്തിയ രക്ഷാപ്രവർത്തനം വിപരീത ഫലമുണ്ടാക്കിയെന്ന് മാത്രമല്ല ആശയക്കുഴപ്പവും സൃഷ്ടിച്ചു.
ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന പഴമൊഴി പോലെ ഒടുവിൽ അർജുൻ രക്ഷാദൗത്യം ഒരു പ്രഹസനമായി അവസാനിക്കും എന്ന് പറയാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇത്തരം ദുരന്ത സാഹചര്യങ്ങളെ വളരെ വൈകാരികമായി സമീപിക്കുന്നതും മറ്റൊരു ദോഷമായി മാറുന്നു. യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം എന്നത് എടുത്തു ചാടിയുള്ള എന്തും ചെയ്യലും കാട്ടിക്കൂട്ടലുമല്ല, മറിച്ച് പ്രായോഗിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെ ക്രോഡീകരിച്ച് കുറഞ്ഞ സമയം കൊണ്ട് നടപ്പിൽ വരുത്തുവാനുള്ള കഴിവാണ്. നമ്മുടെ രാജ്യം സമസ്ത മേഖലകളിലും പുരോഗതി പ്രാപിച്ചു എന്ന് വീമ്പടിക്കുമ്പോഴും ഒരു ചെറിയ മണ്ണിടിച്ചിൽ വന്നാൽ താറുമാറാകുന്ന ദുരന്ത നിവാരണ സംവിധാനങ്ങളാണ് നമുക്കുള്ളതെന്ന തിരിച്ചറിവും ഷിരൂർ ദുരന്തം നമുക്ക് പകർന്നു നൽകുന്നു. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത് വിരുദ്ധ അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഇടിച്ചു കയറിയെത്തിയ മലയാളികളുടെ അഭിപ്രായം മാനിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യവും അവിടെ സമ്മർദ്ദമായി മാറി. ഈ സംഭവത്തിൽ കർണാടകയിലെ പോലീസിനെയോ മറ്റ് രക്ഷാപ്രവർത്തകരെയോ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളികളിൽ ചിലർ വെപ്രാളം കൊണ്ടും മറ്റു ചിലർ രക്ഷാപ്രവർത്തകരായി അഭിനയിച്ചും മാപ്രകൾ തള്ളിവിട്ട തള്ളുകളും പലവിധ സമ്മർദ്ദങ്ങൾ രക്ഷാപ്രവർത്തകർക്കുണ്ടാക്കി. എന്നാൽ അതിനുള്ള പഴി കേൾക്കേണ്ടി വന്നത് കർണാടകയ്ക്കാണ് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് 11 ദിവസത്തെ കൊയ്ത്തുമതിയാക്കി മാപ്രകൾ തങ്ങളുടെ ചാനലിലേക്ക് എത്രയും വേഗം തിരികെ മടങ്ങുക. രക്ഷാപ്രവർത്തകർ മനസമാധാനത്തോടെ അർജുനനെ കണ്ടെത്തട്ടെ. അർജുനന്റെ കുടുംബാംഗങ്ങൾ ഇനിയെങ്കിലും ഉറങ്ങട്ടെ. ഇതൊരപേക്ഷയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.